ഇതാരാ നമ്മളെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്? ഇതാരാ? മഹാബലി. മാവേലി നാടു വണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ലതാനും. നിങ്ങൾക്കറിയാമോ മഹാബലി ആരായിരുന്നു എന്ന്? പണ്ട് പണ്ട് നമ്മുടെ കേരളത്തിൽ മഹാബലി എന്നൊരു രാജാവുണ്ടായിരുന്നു. എല്ലാ അർത്ഥത്തിലും മഹാനായ ഒരു ചക്രവർത്തി. പ്രജകൾക്ക് സർവ്വ ഐശ്വര്യങ്ങൾ നൽകി നന്മയും നീതിയും പരിപാലിച്ച് അദ്ദേഹം നാട് ഭരിച്ചു. ജനങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തു. മഹാബലിയുടെ കേരളത്തിൽ യാതൊരു കള്ളത്തരവും ഇല്ലായിരുന്നു. സമത്വവും സാഹോദര്യവും കാത്തുസൂക്ഷിച്ച മഹാബലിയോട് ദേവന്മാർക്ക് പോലും അസൂയയുണ്ടായി. മഹാബലി സ്വർഗലോകം പോലും കീഴടക്കുമെന്നും ദേവന്മാരുടെ സ്ഥാനമാനങ്ങൾ എല്ലാം നഷ്ടപ്പെടുമെന്നും അവർ ഭയപ്പെട്ടു. മഹാബലിയുടെ വളർച്ചയിൽ അസൂയാലുവായി. മഹാബലി വിഷ്ണു ഭക്തനായിരുന്നു. വിഷ്ണു ഭഗവാന് മാത്രമേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. മഹാവിഷ്ണു ഒരു ദരിദ്ര വാമന്റെ വേഷമിട്ട് ഭൂമിയിലെത്തി. പൂജയിൽ മുഴുകിയിരിക്കുന്ന അശ്വമേധയാഗം. മഹാബലിയോട് 3 അടി മണ്ണ് ദാനമായി ആവശ്യപ്പെട്ടു. വാമനൻ മഹാവിഷ്ണുവാണെന്ന് മനസ്സിലാക്കിയ ദാനശീലനായ മഹാബലി ആവശ്യമുള്ള മണ്ണ് അളന്നെടുക്കാൻ പറഞ്ഞു. മഹാബലിയുടെ വാക്കുകേട്ട ഉടനെ വാമനൻ വളർന്ന് ആകാശം വരെ എത്തി. ആദ്യത്തെ കാലടി കൊണ്ട് ഭൂലോകവും, രണ്ടാമത്തെ കാലടി കൊണ്ട് സ്വർഗരാജ്യവും, 3-ാമത്തെ അടി എവിടെ വെക്കുമെന്ന് ചോദിച്ചു. ഇനി ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ, അതുകൊണ്ട് എന്റെ ശിരസിൽ തന്നെ കാൽപാദം വെച്ചോളൂ എന്ന് മഹാബലി പറഞ്ഞു. പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്നതിന് മുൻപായി മഹാബലിക്ക് എല്ലാ വർഷവും തന്റെ ദേശവും പ്രജകളെയും സന്ദർശിക്കുവാനുള്ള വരം വാമനനായി വന്ന വിഷ്ണു ഭഗവാൻ നൽകി. അന്നു മുതൽ എല്ലാ വർഷവും തിരുവോണ നാളിൽ മഹാബലി ഭൂമിയിലേക്ക് വന്നു തുടങ്ങി. കേരളത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ് ഓണം. ഇത് വിളവെടുപ്പിന്റെ ഉത്സവം കൂടിയാണ്. ഈ ഉത്സവം ഉല്ലാസത്തിന്റെയും ആവേശത്തിന്റെയും ഉജ്ജ്വലമായ പ്രകടനം കൂടിയാണ്. ആരന്റെ കണ്ടത്തിലെ ആരണ്ട കൊത്തണത്, ആരന്റെ തെങ്ങും മേലെ ആരണ്ട ചെത്തണത്, നല്ല ചങ്കാവിലെ കോരന്റെ കുട്ടിയാണ്
ആരാന്നേ ആരാന്നേ ഒത്തുപിടിക്കുന്നതാരാന്നേ തീയാടാൻ തിറയാടാൻ മാണിക്കക്കാതിലുറഞ്ഞാടാൻ ഓനാന്ന് ഓനാന്ന് എത്തുപിടിക്കണതോനാന്ന് നേരാന്നേ നേരാന്നേ കൂട്ടിന് വന്നവനാന്നേ മണ്ണാന്ന് മണ്ണാന്ന് വന്ന് വിളയണ മണ്ണാന്ന് പോയോരും വന്നോരും ചോര പൊടിച്ചൊരു മണ്ണാന്ന് അതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാറ്റണ് നിറ പറയറതിറയട്ടെ തന്തിര തന്താരോ പതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാറ്റണ് നിറ പറയറതിറയട്ടെ തന്തിര തന്താരോ ആർപ്പോ പുലിക്കളിന് 200 വർഷത്തെ പഴക്കമുണ്ട്. ഉടുക്കിന്റെയും തകിലിന്റെയും താളത്തിനനുസരിച്ചാണ് പണ്ടൊക്കെ പുലി കളിക്കാറ്. ഇപ്പൊ ചെണ്ടയാണ് ഉപയോഗിക്കുന്നത്. ഇന്നാണ് ഞങ്ങളുടെ പുലിക്കളി. കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം താരാ